അച്ചൂട്ടിയുടെ 33 വർഷങ്ങളും അമുതവന്റെ 5 വർഷങ്ങളും, ഇതിനിടയിൽ ഒരേ ഒരു മമ്മൂക്കയും. സിനിമ കൊട്ടകയിൽ പതിപ്പിച്ച 2 അടയാളങ്ങൾ, മലയാള സിനിമയുടെ 2 മാസ്റ്റർ പീസുകൾ, ചില വ്യക്തി താല്പര്യങ്ങൾ കൊണ്ട് മാത്രം ദേശീയ അവാർഡുകൾ നിഷേധിക്കപ്പെട്ട അഭിനയ മികവുകൾ, അച്ഛനും മകളും തമ്മിലുള്ള സ്നേഹബന്ധം പറയുന്ന 2 സാഹചര്യങ്ങൾ. മലയാള സിനിമയുടെ അമരത്ത് പതിപ്പിച്ച മറ്റൊരു അടയാളമായിരുന്നു അമരം എന്ന സിനിമ. ലോഹിതദാസിന്റെ തിരക്കഥയിൽ ഭരതന്റെ സംവിധാനത്തിൽ മലയാള സിനിമയ്ക്ക് എന്നും ഓർത്തുവെക്കാൻ സാധിക്കുന്ന ഒരു മനോഹര കാവ്യം തന്നെയാണ് അമരം. മമ്മൂട്ടിയും മുരളിയും അശോകനും മാധുവും തുടങ്ങിയ ഒരു വലിയ നിര മത്സരിച്ച് അഭിനയിച്ച് വെള്ളിത്തിരയിൽ വിസ്മയം തീർത്തു. ഇന്നും കടലിന്റെ ഓളപ്പരപ്പുകളിൽ വികാര നൗകയുമായി ഇറങ്ങിയ അച്ചൂട്ടിയെ തെല്ല് ഹൃദയവേദനയോടെ അല്ലാതെ മലയാളിക്ക് നോക്കിക്കാണാനാകില്ല. 1991 എ ക്ലാസ്സിൽ നിന്ന് മാത്രം 1 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയ ചിത്രങ്ങളുടെ പട്ടികയിൽ ഈ ചിത്രവും പെടുമെന്ന് പറയുമ്പോൾ അത്ഭുതം തോന്നേണ്ട കാര്യമില്ല. കാരണം പ്രേക്ഷകർ മനസ്സോട് ചേർത്ത് നിർത്തിയിരുന്നു ഈ ഫാമിലി ഡ്രാമ ചിത്രത്തെ. 20 ലക്ഷം ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് 500-ലേറെ കഥാപാത്രങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് പോളിംഗ് നടത്തിയപ്പോഴും ഏറ്റവും മികച്ച കഥാപാത്രമായി തിരഞ്ഞെടുത്തത് അമരത്തിലെ അച്ചൂട്ടിയെ തന്നെ. അഭിനയ മികവുകൾക്കുള്ള 2 സംസ്ഥാന അവാർഡും ഛായാഗ്രഹണ മികവിനുള്ള 1 സംസ്ഥാന അവാർഡും മികച്ച നടനുള്ള 1992 ഫിലിം ഫെയർ അവാർഡും നേടിയിട്ടും നായകന് സൗന്ദര്യം കൂടിപ്പോയി എന്ന കാരണം പറഞ്ഞുകൊണ്ട് നാഷണൽ അവാർഡിന് അർഹത ലഭിക്കാത്തതിലുള്ള വിഷമം KPSC ലളിതയും ലാലേട്ടനുമടക്കം പല പ്രമുഖരും രേഖപ്പെടുത്തി. കാരണം അത്രയ്ക്ക് ആഴത്തിൽ തന്നെയായിരുന്നു അച്ചൂട്ടി കാഴ്ചക്കാരിലേക്ക് പതിഞ്ഞത്. കൊച്ചുരാമൻ എന്ന വേഷത്തിൽ മുരളിയും രാഘവനായി അശോകനും മാധുവായി രാധയും നിറഞ്ഞാടിയപ്പോൾ 33 വർഷങ്ങൾക്കിപ്പുറം ഇനിയും ഇവരൊക്കെ ചർച്ചാ വിഷയമാകുന്നത് അതിശയം തന്നെ. റാം തിരക്കഥയും സംവിധാനവും നിർവഹിച്ച പേരൻപ്. അമുതവൻ എന്ന അച്ഛനെ അത്രമേൽ ഹൃദയസ്പർശിയാക്കുവാൻ മമ്മൂക്കയല്ലാതെ മറ്റൊരു നടനില്ല എന്ന് പറഞ്ഞ സംവിധായകന്റെ വാക്കുകളെ അടിവരയിട്ട പ്രകടനം. ഇത്രമാത്രം വർഷങ്ങളോ പ്രായമോ തളർത്താത്ത പ്രകടനവുമായി മലയാള സിനിമയ്ക്ക് സ്വന്തമായി, ഇന്ത്യൻ സിനിമയ്ക്ക് അഭിമാനമായി ഉണ്ട് എന്ന് നമുക്ക് തെല്ലഹങ്കാരത്തോടെ തന്നെ പറയാം. വ്യത്യസ്തതയുള്ള കഥാപാത്രങ്ങളും കഥാമുഹൂർത്തങ്ങളെയും ഭ്രാന്തമായി സ്നേഹിക്കുന്ന മമ്മൂക്കയ്ക്ക് അമുതവൻ എന്ന കഥാപാത്രം ഒരു വെല്ലുവിളിയായി തോന്നിയിരുന്നില്ലെങ്കിലും സംവിധായകനും മറ്റ് അഭിനേതാക്കൾക്കും ചലഞ്ചിങ് തന്നെയായിരുന്നു. സെറിബ്രൽ പാൾസി എന്ന രോഗം ബാധിച്ച മകളെ അമ്മയില്ലാതെ വളർത്തുന്ന അച്ഛന്റെ മാനസിക സംഘർഷങ്ങളും രോഗബാധിതയായ കുട്ടി കടന്നുപോകുന്ന അവസ്ഥയും ചിത്രം വരച്ചു കാണിക്കുമ്പോൾ സാമൂഹ്യബോധം ഉണർത്തുക എന്ന ഉദ്ദേശം കൂടി അണിയറ പ്രവർത്തകർക്കുണ്ടായിരുന്നു. അമുതവനായി മമ്മൂക്കയും മകളായി സാധനയും വിജയലക്ഷ്മിയായി അഞ്ജലിയും നിറഞ്ഞാടുകയായിരുന്നു ചിത്രത്തിൽ. വ്യത്യസ്ത മേഖലയിൽ 6 അവാർഡുകൾക്ക് അർഹരാവുകയും 9 അവാർഡുകളുടെ നോമിനേഷൻ ലിസ്റ്റിൽ വരികയും ചെയ്തിരുന്നു പേരൻപ് ടീം. രണ്ട് വ്യത്യസ്ത സാഹചര്യത്തിലുള്ള എന്നാൽ മക്കളെ അഗാധമായി സ്നേഹിക്കുന്ന അച്ഛന്റെ അല്ലെങ്കിൽ അച്ഛൻ മകൾ ബന്ധത്തിന്റെ കഥ പറയുന്ന ഈ 2 ചിത്രങ്ങളും ഇനിയും വർഷങ്ങൾക്ക് ശേഷം ഓർമ്മിക്കപ്പെടും. കാരണം പ്രേക്ഷക മനസ്സിനെ സ്വാധീനിക്കാനുള്ള മാജിക് ഇത്തരം ചിത്രങ്ങളിലുണ്ട്. എന്റർടൈൻമെന്റ് ഡെസ്ക്, മൂവി വേൾഡ് മീഡിയ.